ടാരാ, എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? അപ്പോൾ ഉണ്ടാക്കാൻ പഠിച്ചാലോ? അതിനായിട്ട് ഇതുപോലെ സ്ക്വയർ ഷേപ്പിലൊരു പേപ്പർ എടുത്ത് നടുവേ ഇതുപോലെ മടക്കുക. എന്നിട്ടൊരു സ്കെയിലും പെൻസിലും എടുത്ത് ഏകദേശം ഒരേ അളവിൽ ഇതുപോലെ കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കുക. അളവെടുത്തിട്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ റാൻഡോട്ട് വരച്ചാലും മതി. എന്നിട്ട് ഇതുപോലൊരു കത്രിക എടുത്തിട്ട് ഈ ലൈൻസ് കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് ഈ രണ്ടറ്റം കണ്ടോ, ഈ അറ്റം രണ്ടും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ് കേട്ടോ. ഫെവി സ്റ്റിക്കാണേലും മതി. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒന്നിടവിട്ട് ഓരോ പേപ്പേഴ്സായിട്ട് രണ്ട് സൈഡിൽ നിന്നും പിടിച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നിടവിട്ട് വേണമെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് പിടിച്ചിട്ട് ആ സെയിം പ്രോസസ്സ് നമ്മൾ പുറകിലും ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ കട്ടിങ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ പേജിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രാഫ്റ്റുകളൊക്കെ മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടി ഫോളോ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ നമ്മുടെ സ്നോ ഫ്ലേക്സിൻ്റെ ഒരു പെറ്റൽ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് 6 പീസസ് വേണം. ഈ 6 പീസസ് ഉണ്ടാക്കിയ ശേഷം ഓരോ പീസായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് 6 പീസ് ഒട്ടിച്ചു കൊടുത്ത് കഴിയുമ്പോഴേക്കും നമുക്കിത് ഈ ഷേപ്പിൽ കിട്ടും. സിമ്പിളല്ലേ? അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് വീട്ടിലേക്കൊരു ഡെക്കോറായിട്ടും ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ്, ലൈക്ക്, ഷെയർ ഒന്നും മറക്കണ്ട കേട്ടോ.